വ്യാജ ഷെയർ ട്രേഡിംഗ് ആപ്ലിക്കേഷൻ തട്ടിപ്പിൽ അന്വേഷണം ആരംഭിച്ച് കോഴിക്കോട് സിറ്റി സൈബർ ക്രൈം പോലീസ്. തട്ടിപ്പിൽ കോഴിക്കോട് സ്വദേശിക്ക് 4 കോടി രൂപയിലധികം നഷ്ടപ്പെട്ടിരുന്നു. ഷെയർ ട്രേഡിംഗ് ആപ്ലിക്കേഷൻ വ്യാജമായി നൽകിയായിരുന്നു തട്ടിപ്പ്. കൂടുതൽ വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേർന്നുണ്ട്. ദിസ്ന, എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? ട്രേഡിംഗ് ആപ്ലിക്കേഷന്റെ പേരിൽ കോടികളുടെ തട്ടിപ്പാണ്. കോഴിക്കോട് സ്വദേശിയിൽ നിന്നും 4.8 കോടി രൂപയാണ് നഷ്ടമായത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സിറ്റി സൈബർ ക്രൈം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ട്രേഡിംഗ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്നിവയിലൂടെ പണം നിക്ഷേപിച്ച് വലിയ രീതിയിലുള്ള ലാഭം നേടാം എന്ന വാഗ്ദാനം നൽകിയായിരുന്നു ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിരുന്നത്. അങ്ങനെ അദ്ദേഹം ഈ പരാതിക്കാരൻ ഒരു തുക നിക്ഷേപിക്കുകയും പിന്നീട് ഈ തുക പല ബാങ്കുകളിലേക്കായി, അതായത് 22 അക്കൗണ്ടുകളിലേക്കായി പോകുന്നതായി വിവരം ലഭിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയും പരാതി നൽകുകയുമായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ വ്യാപകമായി ഷെയർ ട്രേഡിംഗ് ആപ്പ് വഴി വ്യാപകമായി തട്ടിപ്പ് നടത്തുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. നിക്ഷേപിച്ച തുകയ്ക്ക് പ്രധാനമായും ഇതിലേക്ക് ആളുകളെ ിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് നിക്ഷേപിച്ച തുകയ്ക്ക് വൻ തരത്തിലുള്ള ലാഭം ലഭ്യമാക്കുക എന്നത് തന്നെയാണ് ഇവരുടെ ഒരു പരസ്യവാചകം എന്ന് പറയുന്നത്. അത്തരത്തിലാണ് ആളുകൾ ഇത്തരത്തിലുള്ള തട്ടിപ്പിലേക്ക് ആകർഷമാവുന്നത്. എന്തായാലും സിറ്റി സൈബർ ക്രൈം പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ട്. എന്തായാലും 5 കോടി, ഏകദേശം 4.8 കോടി രൂപയുടെ നാശനഷ്ടം, 5 കോടി രൂപയിലധികം പണം നഷ്ടപ്പെട്ടതായാണ് പറയപ്പെടുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. വിഷ്ണു.